നമ്മുടെ വീട്ടിലെ അമ്മമാരോടൊക്കെ എന്തെങ്കിലും ഒരു കാര്യമൊക്കെ ചെയ്യാൻ പറയുന്ന സമയത്ത് അയ്യോ വയ്യ, അവിടെ വയ്യ, ഇവിടെ വയ്യ, നാണക്കേട്, അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നവരായിരിക്കും കൂടുതൽ പേരില്ലോ അല്ലേ. പക്ഷേ ഇപ്പം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമുക്കൊക്കെ മാതൃകയാക്കാൻ പറ്റുന്ന ഒരു കൂട്ടം ആൾക്കാരെയാണ്. പ്രായത്തേക്ക് വെല്ലുന്ന പ്രകടനവുമായി ആസ്വാദക മനസ്സ് കീഴടക്കുകയാണ് പറവൂരിലെ സീനിയർ സിറ്റിസൺ ക്ലബ്ബ് അംഗങ്ങൾ. എറണാകുളം ജില്ലാ പഞ്ചായത്ത് ഒരുക്കിയ വയോജന കലാമേളയിലാണ് ഇവർ അവരുടെ കലാമികവ് പ്രകടിപ്പിച്ചത്. ഇപ്പം എനിക്ക് 68 വയസ്സായ ഞാനാണ്. ഇതിനകത്ത് 70, 72, 75 വയസ്സായ ആളുകൾ പോലും ഉണ്ട്. ഞങ്ങൾക്ക് ഡൈയൊക്കെ ചെയ്ത് ഞങ്ങൾ ചെറുപ്പക്കാരികളായിട്ട് ഇപ്പോൾ സ്കൂൾ കാലത്ത് ഞങ്ങൾ കളിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് രണ്ടാമതൊരു ഞങ്ങൾക്ക് ഒരു കിട്ടിയേക്കണ ഒരു അവസരമാണ്. അതിൽ ഞങ്ങൾ കൂടുതൽ സന്തോഷിക്കണം. ഇങ്ങനെയൊക്കെ കളിക്കാൻ ഇത്ര ആഭരണമൊക്കെ ഇങ്ങനെ കളിക്കാൻ വന്നതിൽ നല്ല സന്തോഷം. പുതുതലമുറയുടെ പരിഹാസത്തെ അവഗണിച്ച് യുവാക്കളെക്കാൾ ചെറുപ്പമാണെന്ന് തെളിയിക്കുകയാണ് 60, 70 വയസ്സ് പിന്നിട്ട ഇവരെല്ലാം. പഴയ കലാവാസനകളെ ഒന്നുകൂടി മിനുക്കിയെടുത്തപ്പോൾ അതിന് 10 മാറ്റിന്റെ തിളക്കം. ഇല്ല, ഞാൻ കളിച്ചതായിരുന്നു. എനിക്ക് ഒരു തൊഴിലുണ്ടേ. അപ്പൊ ഇവര് കളിക്കുന്ന സമയത്ത് എനിക്ക് വരാൻ പറ്റൂല. അത് കാരണം അപ്പൊ ഞാൻ മുണവാട്ടിയായിട്ട് ഇരുന്നോളാന്ന് പറഞ്ഞിട്ടാണ്. പറവൂർ മുനിസിപ്പാലിറ്റി കലാമേളയിൽ മികച്ച പ്രകടനത്തിന് 1ാം സ്ഥാനം നേടി ജില്ലാതല വേദിയിലേക്ക് എത്തുമ്പോഴും മികവിനൊട്ടും കുറവുണ്ടായിരുന്നില്ല. ഒപ്പനയിൽ 1ാം സ്ഥാനം നേടി 3rd റണ്ണറപ്പായാണ് ഈ കൂട്ടം പറവൂരിലേക്ക് മടങ്ങിയത്. ഇവര് ശരിക്കും പറഞ്ഞാൽ പ്രായം നിങ്ങൾ കണ്ട് ഇവരെ വിലയിരുത്താൻ പറ്റില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കുഞ്ഞു മക്കളെ പോലെ തന്നെ ചെറുചെറുക്കോടെ തന്നെയാണ് ഇവർ ഓരോ പരിപാടിയും അവതരിപ്പിക്കാനുള്ള ഉന്മേഷത്തോട് മുന്നോട്ട് വന്നത്. ഞാനൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ കാണിച്ചു കൊടുത്ത് 2 മിനിറ്റ് കഴിയുമ്പോൾ ഞാനവിടെ പോയിരിക്കും. പക്ഷേ ഇവർ നിർത്തില്ല. രാവിലെ തുടങ്ങി ഉച്ചവരെ ആദ്യം തിരുവാതിര, ഉച്ച തുടങ്ങി വൈകുന്നേരം വരെ മാർഗംകളി പ്രാക്ടീസ്, അത് കഴിഞ്ഞിട്ടാണ് ഒപ്പന പ്രാക്ടീസ്. ഒരു ദിവസം ഇവരുടെ ഈ ഒരു ഇതിനോട്ട് വരാനായിട്ട് മത്സരത്തിനായിട്ട് വന്ന എഫേർട്ട് അവരെടുത്തത് വളരെ പ്രായമൊക്കെ മറന്നാണ് അവർ ആ ഒരു പ്രാക്ടീസിലോട്ട് വന്നത്. 2016 മുതൽ സീനിയർ സിറ്റിസൺ ക്ലബ്ബ് എന്ന പേരിൽ കലാപരിശീലനവും യോഗയും കൈമോശം വരാതെ തുടരുന്നുണ്ടിവർ. എവിടെ മത്സരം ഉണ്ടെങ്കിലും ഞങ്ങൾ ഇതേപോലെ ടീമായിട്ട് പോകും. എല്ലായിടത്തുനിന്നും ഞങ്ങൾക്ക് പ്രൈസ് കിട്ടാറുണ്ട്. പ്രൈസ് ഇല്ലാത്തവർക്കും പോകും. ഏറ്റവും നല്ല സന്തോഷകരമായിട്ട് എല്ലാ ആഴ്ചയിലും 10, 40, 45 പേര് പങ്കെടുത്തുകൊണ്ട് പരിപാടികൾ അവതരിപ്പിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മമാർ പൊളിയാണ്, വൈബാണ്, അരങ്ങിലങ്ങനെ കളിച്ചു തകർക്കുകയാണ്. പ്രായത്തിന്റെ അവശതകളൊക്കെ അവിടെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ, ഞങ്ങളിങ്ങനെ കളിച്ചു തിമിർത്തോളാം. ശ്രേയസ് നമ്പിക്കലിനൊപ്പം ഷീന മാർട്ടിൻ, മലയാളം കൊച്ചി.